ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. സംഘടനയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി.കെ. ശശി പുതിയ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമാകാൻ ഒരുങ്ങുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്തുകളിലും DMFന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും ഇതിന്റെ തുടർച്ചയായി അധികം വൈകാതെ തന്നെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പി.കെ. ശശി അറിയിച്ചു. ചന്ദ്രനഗറിലുള്ള പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചേരുന്ന അതിവിപുലമായ കൺവെൻഷൻ വെച്ച് നാം നമ്മുടെ നയപ്രഖ്യാപനം നടത്തുകയാണ്. മാർച്ച് മാസം 14-ാം തീയതി മാർച്ച് 5-ന് പാലക്കാട് ഇതേ സ്ഥലത്ത് നടന്ന ഏതാണ്ട് 4000-ഓളം പേർ പങ്കെടുത്ത വിപുലമായ കൺവെൻഷൻ കേരളത്തിന്റെ ആകെ ശ്രദ്ധ എങ്ങനെ പിടിച്ചു പറ്റിയോ അതിനേക്കാൾ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നായിരിക്കും ഈ ജൂലൈ 6-ന്റെ കൺവെൻഷൻ എന്ന് ഈ സന്ദർഭത്തിൽ ആദ്യം തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കൺവെൻഷൻ കേവലമായ ഒരു സെമിനാറൊന്നുമില്ല. നിലവിലുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ അവലോകനം ചെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ആകെയുള്ള ഏക കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മന്ത്രി, ഇന്ത്യയിലാണ് ഒറ്റ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുള്ളൂ. ആ മന്ത്രി CMPയുടെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു പ്രഭാഷണം നടന്നു. തുടർന്ന് നമ്മുടെ തളിപ്പറമ്പ് MLA PKG ആ കൺവെൻഷനെ അഭിസംബോധന ചെയ്യും. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കൺവെൻഷനിൽ ആദ്യ അവസാനം പങ്കെടുക്കും. രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ ആ കൺവെൻഷൻ ആരംഭിക്കും. കൺവെൻഷനിൽ ഈ മണ്ഡലത്തിൽ നിന്നും തീരുമാനിച്ചിട്ടുള്ളത് 1000 പേരെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അമ്പലപ്പാറ പഞ്ചായത്തിൽ നിന്ന് മാത്രം 250 പേർ പങ്കെടുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ സംഘടനയെ പറ്റിയുള്ള സങ്കല്പം ഒരിക്കലും ദരിദ്രമാകാൻ പാടില്ല. മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി മധു സ്വാഗതം ആശംസിച്ചു. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. DMF ജില്ലാ സെക്രട്ടറി TM ഹരിദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംഘടനയുടെ ഭാവി പരിപാടികളെക്കുറിച്ചും പ്രാദേശിക വികസന ഇടപെടലുകളെക്കുറിച്ചും ചടങ്ങിൽ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളും നിരവധി പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പുതിയ ഓഫീസ് യാഥാർത്ഥ്യമായതോടെ മണ്ഡലത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ.